ഹലോ ഹലോ. ആ പറഞ്ഞോ. നിങ്ങൾ അവിടെ എത്തിയോ? ഞങ്ങളിവിടെ എത്തി. എന്നിട്ട് കണ്ടോ? കണ്ടു. ആളിവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇതിന്റെ പരിസരത്ത് ഒരു വണ്ടിയും ഇല്ല. എന്തുവാ? വണ്ടി ഇവിടെ കിടപ്പുണ്ട്, പരിസരത്ത് ആളില്ല. ചായ കുടിക്കാൻ വല്ല പോയതായിരിക്കും. ആണോ? വിളിച്ചതിന്റെ പ്രത്യേക കാര്യം എന്താണെന്നറിയോ? എന്താ? അയാളൊരു പഞ്ചാബിയാ, ഹിന്ദിക്കാരനാ. മലയാളം കുറച്ചൊക്കെ അറിയത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ കാണിക്കുന്ന കള്ളത്തരൊന്നും അവിടെ കാണിക്കരുത്, ദൈവത്തെ ഓർത്ത്. ഇല്ല, എന്റെ പേര് കളയല്ലേ. ഇല്ല, മെയിൻ മേശിരി ഇല്ലാത്തതുകൊണ്ടാ പഠിക്കുന്നത് നിങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ശരി ശരി, കുഴപ്പമില്ല. ഓക്കെ. ഉള്ള പൈസ നമുക്ക് ഊറ്റി മേടിക്കണം. ആ ഹിന്ദിക്കാരൻ വരുന്നേന്ന് തോന്നുന്നു കേട്ടോ. हेलो भाई साहब, ठीक है, मैं शाम को फोन करेगा. हो जाए, गाड़ी हो गया तो मैं फोन करेगा. ठीक है, ठीक है, अभी रखो. ठीक है. अरे कौन है? कौन है तुम? ഒന്ന് പോണേ. कौन है तुम लोग? चोर है? चोर लोग है? ചോറ് ഞാൻ കൊണ്ടുവന്നു, ഇവൻ കൊണ്ടുവന്നില്ല. अरे दोनों चोर है. ഭായി हाँ बोल. ആശാന് ഷുഗർ ഉണ്ട്, അതുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രം ചോർ. ഞാൻ ഉച്ചയ്ക്കും വൈകിട്ടും ചോർ. രണ്ട്. अरे दोनों बहुत बड़ा चोर है. अभी रुको मैं करेगा. നല്ല മനുഷ്യൻ, ചോറിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. हेलो क्या यार भाई साहब, दो चोर लोग को इधर भेज दिया. ओ मेरा गलती है बाबा. ठीक है. अरे भैया ആ ഫോൺ അടിക്കുന്ന ആശാൻ. ഹലോ, എന്തോ മലയാളി ആണോ? ഇവൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ചോറാണ്. നീ എന്തോ പറഞ്ഞേ? ചോറെന്ന് പറഞ്ഞ ഇവര് കള്ളനെന്നാ. ആണോ? ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ പറഞ്ഞേക്കുന്നത് നമ്മൾ രണ്ടുപേരും കള്ളന്മാരാണ്. നീ അതെന്തോ പറഞ്ഞു? അങ്ങനെ പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ചോറ് കഴിക്കും. ഖാനയുടെ കാര്യം പറഞ്ഞേ. വല്ലോ കഴിക്കണ്ടേ? അപ്പൊ ഇതിന്റെ പടിക്കലൊരു കടയുണ്ട്, അവിടെ നല്ല കള്ളൻ കിട്ടും. എടാ, ഈ കള്ളൻ എന്ന് പറഞ്ഞ ഇവിടെ ഇല്ലയോ? അവിടെ നേരെ തിരിച്ച് അവിടെ ചോറിന് ചിലപ്പം കള്ളനായിരിക്കും. അവിടെ നല്ല സൂപ്പർ കള്ളൻ കിട്ടും, 140 രൂപ. മീൻ പൊരിച്ചത് കൂട്ടി നല്ല കള്ളനാ. പെരുങ്കള്ളൻ കിട്ടും, പെരുങ്കള്ളൻ. സൂപ്പർ. എന്താ പറയുന്നത്? വേറെ എന്തോ വണ്ടിക്ക് എന്താ പ്രശ്നം? गाड़ी में चला के लेके आ रहे थे तो रास्ते में आके मेरे को आ गया थोड़ा खड़क आवाज आ गया तो गाड़ी का काम बताओ. चारों टायर निकलो. മനസ്സിലായില്ലയോ? ഇല്ല. 4 ടയർ നിക്കണോ? 4 ടയറിന് വിടണോ? समझे? अरे यार नहीं, पूरा टायर ടയർ മാറ്റണോ? എന്നിട്ട് ഡിസ്കിൽ ഓടാനാന്നോ? പട്ടാള എന്തോ ലോഡ് गाड़ी में. वो पंजाब से आने वाला है. പഞ്ചാബിൽ നിന്ന് 1 ലോഡ് ആനവാൽ കൊണ്ടുവരുവാ. നിനക്ക് വേണോ? പിന്നെ രണ്ടെണ്ണം തരണം ഞങ്ങൾക്ക് രണ്ടിനും. പേടി കിട്ടാതിരിക്കാൻ പേടി, എനിക്കും പേടി. കെട്ടാനാ 1 ലോഡ് ഇരിപ്പില്ലേ, എടുത്ത് കെട്ടരണം. അന്നേരം പേടിക്കണ്ട, കട്ടർ പേടിക്കണ്ട. 2 കിലോ. गाड़ी का काम कब होगा? जल्दी काम करो ना, जल्दी. ഞാൻ നോക്കട്ടെ, ഒരു കാര്യം ചെയ്യാം. ഈ ഓണത്തിനേ 4 ദിവസം കൂടെ ഉള്ളേ. പൈസ കുറച്ച് ഒപ്പിച്ചോണം പുള്ളിയുടെ കേട്ടോ. ഓണത്തിന് ഞങ്ങളുടെ ക്ലബിൽ പരിപാടി ഉണ്ടേ. ഓണത്തിനുണ്ടോ ഈ പ്രാവശ്യം? ഉറിയടി മത്സരം ചേരും. സത്യമായിട്ടും നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടോ? എന്തിയാ ഹലോ ഭായ്, ബോളോ ഭായ്. നിങ്ങളെ നാട്ടിലൊക്കെ ഓണം ഉണ്ടോ? दो लेके आओ. 2 മേടിച്ചു കൊടുക്കാൻ. തിന്നുന്നതാണ്ടെന്ന് പറഞ്ഞ? അയ്യോ അല്ല, ചിങ്ങം തിന്നാവന്ന് മേടിച്ചു കൊടുക്കേ. ഞാൻ പറഞ്ഞുകൂടി എനിക്ക്. अरे यार बोलो. കേരള ഓണം सेलिब्रेशन ഇല്ല, ബ്രാൻഡി. ഇവൻ സെലിബ്രേഷനും ജവാൻ मिलिट्री से रिटायर्ड हो गया. നീ പട്ടാളത്തിൽ നിന്ന് ठीक है. മനസ്സിലായി. 10-12 രൂപയുടെ പണി ഉണ്ടെന്ന് പറഞ്ഞു വിടും. ഓണത്തിന് 10 പൈസ കൈയായിരിക്കണമെങ്കിൽ 10,000 രൂപ ഉണ്ടെന്ന് പറയല്ലോ. പഞ്ചാബി ഒരു 10,000 രൂപയുടെ പണിയുണ്ട്. 10,000 രൂപയുടെ കാമ് 10 രൂപയുടെ കാമുണ്ട്. 2,000 कर रो. 2,000 രൂപയോ? 2,000 करना. 2,000 രൂപയ്ക്ക് കാമിയാ മതിയോ? ബസ്സല്ല, നീ ലോറി. तुम करो, करके दे दो जल्दी बाबा. എന്തോ ചെയ്യണോടാ? काम करो. കാമെന്ന് പറ. കാമ 2,000 കാമ. നിങ്ങൾ ഈ പെട്രോൾ ടാങ്കിലേ പെട്രോളിന് പകരം മദ്യമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വണ്ടിയുടെ ലിവർ പോയി. अरे बाबा लिवर लेके आओ. पैसा दिया ना, लिवर लेके आओ. ഇനിയും പൈസ വേണം. ഇനിയും കാമണമെങ്കിൽ പൈസ വേണം. नहीं वो दिया ना, 2,000 दिया. പോയി 2 വെള്ളം കൊണ്ടുപോവാ, കുപ്പി മേടിച്ചോണ്ട് പോ. पानी चाहिए. अरे यार मैं लेके आता. നീ വന്നേ. പോയോ? നീ വാ, നീ കുറച്ച് വലിയൊരു മഴ പെയ്ത് തോർന്ന പോലെ. ഇപ്പോഴൊന്നും വരണ്ട.
അയ്യോ ഈ കുപ്പിയും വെള്ളം എടുത്ത് വെച്ചില്ലേ? അയ്യോ എടുത്ത് വെച്ചില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ എന്താ വീരാന്ന് ഞാൻ കിടന്നു. ഒന്നാമത് എനിക്ക് പണി അറിയത്തില്ല. ഞാൻ കൊടുക്കുന്നത് കഷ്ടപ്പെടുമായിരുന്നു കേട്ടോ. ഇവിടെ എനിക്ക് വരാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് ഞങ്ങൾ ഒരു വലിയ മരിച്ചെന്ന്. ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു. ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ട് ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് പുതിയ രോഗം വരാണ്ട് വന്നത്. ആ പുള്ളി മരിച്ചത് എന്തുവായിരുന്നു? ഏജ് ഓവർ വന്ന് മരിച്ചതാ. എന്നിട്ടാണ് നിങ്ങൾ മാസ്ക് ഒന്നും വെക്കാൻ നടക്കുന്നത്? പകരുന്നാന്നോ? പിന്നെ എന്റെ പൊന്നെ ഇങ്ങോട്ടൊന്നും വിളിച്ചെന്നെ ശല്യം ചെയ്യല്ല. ഞാൻ ഇവിടെ 2 വേഗന്മാർ ഇവിടെ 2 പണിതോണ്ടിരിക്കുക. വണ്ടി കേടായി പോയെന്ന് എനിക്ക് എന്തോ ഈ പറയുന്നത്. പഞ്ചാബിൽ നിന്ന് ഇവിടെ വരെ അടിച്ച് മാറ്റിക്കൊണ്ട് വരാമെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ പാട്. സമാനമായിട്ട് ഞാൻ കൊണ്ടുതരാം. ശരി ഓക്കെ. ആരാ വിളിച്ച? ആരാ? വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാ. അമ്മ വിളിച്ചാ? അപ്പൊ മലയാളം അല്ലേ സംസാരിച്ചേ? മലയാളം പറഞ്ഞു. മലയാളം പറഞ്ഞോ? നമുക്ക് തോന്നിയതാ. അല്ല ബോട്ടിൽ വെച്ചിരിക്കുന്ന ഇത് പറ്റി വരെ മാറി നിന്നോണം. പെട്ടെന്ന് ചെയ്യ. പിന്നെ പറഞ്ഞു മലയാളം. നീ അന്ന് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു. അല്ല പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞോളൂ എനിക്ക് തോന്നി. പഞ്ചാബിയാ പറഞ്ഞ പെട്ടെന്ന് ചെയ്യാൻ. പഞ്ചാബി മലയാളം പറഞ്ഞോ? വേഗം പണി തീർത്താ പോവായിരുന്നു. എടാ കൊച്ചു കള്ള, കൂടെ കുറച്ചു നേരം നിന്നോണ്ട് നീ മലയാളം പഠിച്ചു. എങ്ങനെ പഠിച്ചോ? എങ്ങനെ പഠിച്ചോ ഇതൊക്കെ? നിമിഷ നേരം കൊണ്ട് ബംഗാളികളെ കൊണ്ട് ഒരു ട്യൂഷൻ സെന്റർ നടത്തായിരുന്നു. അക്ക് എന്തോ ബുദ്ധിയാവിന്. കുറച്ചു നേരം ഇന്ന് നല്ല രീതിയാ പറഞ്ഞാലേ. അയ്യോ ഇരിക്ക്. काम करो. നമ്മള് വർഷാപ്പി വെറുതെ ഇരിക്കുമ്പോ എന്തോ ഒരു കളി കളിക്കത്തില്ലേ? അന്താക്ഷരി ചെയ്താല പണി നടക്കണം. അത് ഞാൻ കാമിക്കോളാം. ആദ്യം ആര് പാടും? തല ഇരിക്കുമ്പോ ഞാൻ വാലാടത്തില്ല, ആശം പാടും. അപ്പൊ അന്ത തല പാടാ. കളി വീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്ക് കാണുവാനൻ ആത്മാവ് തേങ്ങുന്നല്ലോ. തേങ്ങയാകുമ്പോ താമര പൂവിൽ വാരും ബേബിയല്ലോ നീ. ദേവിയല്ലോ നീ പാടാ. ഞാൻ വെച്ച് നീ പാടാ. നീരാടുവാൻ നിലയിൽ നീരാടുവാൻ നീ എന്റെ വൈകി വന്നു പൂം തിങ്ക. വേറെ പാട്ട് പാടും. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം. നേരത്തെ ഈ സിനിമയിൽ നായകനെ അറിയാവോ? അറിയാം. ആരാ? ലാലേട്ടനില്ലേ? നായികയോ? മഞ്ജു വാര്യർ. ആരാ പാടിയേ? ദാസേട്ടൻ. ആരാ സംഗീത സംവിധായകൻ? രവീന്ദ്ര മാഷ്. കൊച്ചു കള്ള. ഈ ലോറി നീ മോട്ടിച്ചോണ്ട് വന്നില്ലോടാ? പൊട്ടിക്കാൻ അവനെ അങ്ങനെ പൊട്ടിക്കരുത്. ഇവനെ അങ്ങ് കൊന്നു കളഞ്ഞേ.